ആൻഡ്രോപോസ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യം പറയാം. മെനോപോസ്. മെനോപോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ത്രീകൾക്ക് ആർത്തവ വിരാമം ഉണ്ടാവുക എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മാസപ്പുറം നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മെനോപോസ് എന്ന് പറയും. സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ ഒരു അവസ്ഥ അതേപോലത്തെ ഒരു ഹോർമോണൽ ചേഞ്ച് പുരുഷന്മാരിലുണ്ടാവും. അതിന് പറയുന്ന പേരാണ് ആൻഡ്രോപോസ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതുമൂലം പുരുഷന്മാർക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്? പലപ്പോഴും നമ്മളൊരു മിഡ് ലൈഫ് ക്രൈസിസ് അല്ലെങ്കിൽ ഒരു എബോവ് 40 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ചേഞ്ചാണ് ആൻഡ്രോപോസ്. ഇതുമൂലം പുരുഷന്മാരിലെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ അത് ബോഡിയിൽ കുറയാൻ തുടങ്ങും. അവൻ്റെ പുരുഷത്വം എന്നുള്ളൊരവസ്ഥ, അവൻ്റെ ലൈംഗികമായ ചില ഉണർവ്, സെക്ഷുവാലിറ്റി, ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും അവന് ഒരു നെഗറ്റീവ് പതുക്കെ വന്നു തുടങ്ങും. അദ്ദേഹത്തിൻ്റെ എനർജി ലെവൽ പെട്ടെന്ന് ഫറ്റീഗായി പോകും, പെട്ടെന്ന് ക്ഷീണിതനായി പോകും, മസിൽ മാസ് കുറയും. അങ്ങനെ നമ്മുടെ ഒരു ആണിൻ്റെതായ പല പ്രശ്നങ്ങളും പതുക്കെ ഡീറ്റോറിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് ആൻഡ്രോപോസ്. ഈ ആൻഡ്രോപോസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചികിത്സയുടെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. ഇത് കൂടുതലും യൂറോളജിസ്റ്റുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഈ ടെസ്റ്റോസ്റ്ററോൺ ഡെഫിഷ്യൻസിയെ നമ്മൾ ആ ഹോർമോൺ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻജെക്റ്റബിൾസ് ആയിട്ട് നമുക്ക് ബോഡിയിൽ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ട വിഗർ ആൻഡ് വൈറ്റാലിറ്റി നമുക്ക് കുറച്ച് നാളത്തേക്ക് കൂടി നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആൻഡ്രോപോസ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ഒരു 45-50 വയസ്സിന് ശേഷം പല പുരുഷന്മാരിലും ഈ സോക്കോൾഡ് എനിക്ക് പഴയതുപോലെ ഒന്നും പറ്റുന്നില്ല എന്നുള്ള തോന്നൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള പ്രശ്നമാണ് ആൻഡ്രോപോസ്. അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആൻഡ് ഇസ് എ ട്രീറ്റബിൾ കണ്ടീഷൻ.